ചെങ്ങമരെ നമുക്കറിയില്ലേ നമ്മൾ വിദ്യാലയങ്ങളൊക്കെ തുറക്കാനായിട്ടുള്ളതിൽ ഇപ്പോൾ ഞാൻ പഠിച്ച എൻ്റെ മക്കളൊക്കെ പഠിക്കുന്ന സ്കൂളിൽ നിന്ന് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ പോയി നോക്കാം. ഇവിടെ നിന്ന് വിളിച്ചിട്ടുണ്ട്, ഇവിടെ സ്കൂളൊക്കെ തുറക്കാനായിട്ടുണ്ട്, നമുക്ക് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കണമെന്ന് പറഞ്ഞാണ്. അപ്പോൾ നമ്മൾ നേരെ ഒന്ന് പോയി നോക്കട്ടോ, നമുക്ക് കാണാം. ഓക്കെ, ആദ്യമായി വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ നിർത്തുക, നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായം രേഖപ്പെടുത്തുക. മനസ്സിലായി ഒന്നര കിണറല്ല, നെറ്റും ഇതൊക്കെ നെറ്റ് മാറ്റണം. ആദ്യം തന്നെ അവരെ ഫുള്ള് നിർക്കണം. നെറ്റ് അത് ഒരു സ്ഥലത്തേക്ക് വലിച്ചാൽ എന്നിട്ട് ഓരോ സ്ഥലത്തേക്ക് വലിച്ചാൽ പറയാം. ഇത് 4 ഭാഗത്ത് ഇറങ്ങാനുള്ള ഡോറുണ്ട്. കാരണം ഇവിടെ ഒരു കപ്പി ഉണ്ട്. ഏതായാലും അപ്പുറത്ത് വേറൊരു കപ്പി കെട്ടാം. രണ്ടാൾക്ക് ഇറങ്ങാൻ പറ്റുമോ? അങ്ങനെ ഇറങ്ങാം. മോട്ടർ ഉണ്ടോ കമ്പോസിൽ? വാർത്തക്കത്തൊക്കെ കാണൂലേ? കാരണം മോട്ടറൊക്കെ പ്രതീക്ഷിച്ച് നമുക്ക് വെള്ളം കുറച്ചായതിനിപ്പോൾ മഴയത്തപ്പം ഏതായാലും അവർക്ക് ഈ പുല്ലും കാടൊക്കെ നന്നാക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ വന്നോട്ടോ. ആരാണ്ട് വലിച്ചാൽ നൈത്ത് പോകൂല. ഇത് നെറ്റ് സെൻറ്റർ ജോയിൻ്റെ അങ്ങനെ 2 ഭാഗത്ത് ഇങ്ങനെ മുട്ടിച്ച് ഇതിനുള്ളിലേക്ക് ഇങ്ങനെ ആക്കിയെന്നെങ്കിലും പക്ഷെ നമുക്ക് എടുത്ത് മാറ്റാം. ഇവിടെ ജോയിൻ്റ് നെട്ട് ഇട്ടിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഇങ്ങോട്ട് പീസാക്കാം. പൊന്തിച്ച് നോക്കിയാൽ അവിടെ ഇവിടെ പൊന്തിച്ചാൽ മേലക്കാം. ഇത് അവിടെ 2 ഭാഗം പൊക്ക്. എന്നിട്ട് നമ്മളിതിനെ നെട്ടുണ്ടോ? ഇവിടെ ഇല്ലല്ലോ. അത് കിട്ടുമോ? ഇപ്പുറത്ത് അതിനിട്ടാ 13 മാറ്റതാ. 13 നോക്കിയോ? ഒരുപാട് തിരിയുണ്ടോ? പഴയതായതുകൊണ്ട് കിട്ടാൻ പ്രയാസം. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇതുണ്ടാവും. ഇത് 2 ഡോറൊക്കെ ഉണ്ട്, ഓക്കെയാണ്. പക്ഷെ നമുക്ക് ഇതുകൊണ്ട് ഗ്രില്ലുണ്ട് അയച്ചു വെച്ചാൽ നല്ല ഉപകാരത്തിനല്ല എല്ലായിടത്തും ചുറ്റുഭാഗം കയറിട്ട് ഇറങ്ങുക. മറ്റേ പിടിക്കാനും കയറി കെട്ടാനും എഴുത്ത് മരങ്ങളുണ്ടെങ്കിൽ സുഖമാണ്. അതിന് കെട്ടിട്ട് ഞാൻ ഉള്ളിൽ കൊണ്ടിട്ടാൽ രണ്ടാക്കൊപ്പം ഇറങ്ങി കട്ട് ചെയ്യുന്നത്. ഇതിന് മേലെ പിടിക്കാൻ ഒരാൾ വേണം. എടുത്ത് മരമില്ലാത്തതുകൊണ്ടാണ് ഈ പ്രയാസം. അത് നെട്ട് കഴിച്ച് പോകുന്നു ഞാൻ യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. കാരണം പഴയ നെട്ടും പോയിട്ടാണ്. കഴിഞ്ഞിട്ട് ഇനിയും കുടുങ്ങല്ലോ. അതുകൊണ്ട് ഓക്കെ അത് ഫിറ്റായി കിട്ടി കഴിച്ചിട്ട്. ഓക്കെ അതുകൊണ്ട് അതിന് കാലത്ത് കയറ്റും. ഇതിന് കാലത്ത് അവിടെ ചടക്ക് ഈ വാക്ക് ഞാൻ പിടിച്ചോളാം. അവിടെ കൈ മാറ്റേ ഞാൻ പൊന്നിച്ചിട്ട് ആ മരുന്നിനൊക്കെ കാണാം. അതിൽ അവിടുന്ന് കുറച്ച് വേടാക്കി ഈ ഒരു ഭാഗം പൊക്കണം. നേരെ പൊന്തിച്ചുമ്പോൾ കുറച്ച് ലൂസായി കിട്ടും. അപ്പോൾ പൊന്തിച്ച് വെക്കുക. കാരണം ഒറ്റയ്ക്ക് വന്ന ഓരോ റിസ്ക് എന്ന് പറഞ്ഞാൽ ആളില്ലാഞ്ഞാൽ പണി പാടും. ഈ അത് നമ്മൾ കിണറുണ്ടാക്കുന്ന മുമ്പ് തന്നെ ചുറ്റി പാവും ചണ്ടും കച്ചറൊക്കെ ആയതുകൊണ്ട് അത് സൈഡൊക്കെ നന്നാക്കുക. കാരണം സൈഡ് നന്നാക്കാത്ത നമ്മളതിക്ക് എടുത്ത് നിൽക്കുമ്പോഴേ നമ്മൾ സേഫ്റ്റി നമ്മളത് നോക്കണമല്ലോ. റൂമിൽ മേലെ വരെ പൂക്കിലൂടെ കിട്ടണം. അതൊക്കെ കൊണ്ട് വൃത്തിയാക്കണം. ഇതിലൊക്കെ എന്തെങ്കിലും വന്ന് കിടന്നാർ കാണാൻ. അതാ നോക്കുക. മഴ കൊണ്ട് ഇറക്കി വിടുമ്പോഴത്തേനും എന്താണ് ക്ലിയറാക്കിയാൽ നമുക്ക്. അത് വൃത്തിയാക്കാതെ കിണറന്നാക്കിയിട്ട് കാര്യമില്ല. അത് മറിച്ചിട്ട് അതിന് ആ ക്ലാമ്പ് പോയില്ലേ അയ്യോ. അത് 2 മേത്തെ 2 കെട്ടിയാ ചെയ്താക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മളെ ഏൽപ്പിച്ചത് ഇതിനാകുമ്പോൾ താഴത്തേക്കുള്ളതല്ലേ. എനിക്ക് പോയടുത്ത് ചെറിയ 2 കൊമ്പും വെട്ടണം എന്ന് പറഞ്ഞു. വീട്ടിൽ നിന്ന് നിർത്താൻ പോയപ്പോൾ ചാട്ടാക്കിയപ്പോൾ ചെറിയ കംപ്ലൈൻറ്റ്. ഏതായാലും മെക്കാനിക്കാനെടുത്ത് കൊണ്ടുവരും കേട്ടോ. ഏകദേശം ഫുള്ള് ഫിനിഷായിട്ടോ. ഈ കാണുന്ന ഭാഗം കൂടെ ഉള്ളു. ഇതാ നമ്മളാ മെഷീനൊക്കെ കൊണ്ടുപോയി കുറച്ച് വന്നു. ഇത് കുറച്ചും കൂടി ഇതിൽ ബാക്കിയുണ്ട്. ബാക്കി ഫുഡൊക്കെ കഴിച്ചപ്പോൾ മത്തി. ഇതിന് കഴിഞ്ഞതിന് ശേഷം നേരം എന്താ പറയുക, ഇതിന് മേലുള്ള ഈ കാണുന്ന ടാങ്കും ഈ കാണുന്ന മരത്തിൻ്റെ കൊമ്പും വെട്ടാണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത് മെഷീന് ഇത് വർക്കുണ്ട് കഴിഞ്ഞ് ക്ലീനാക്കിയിട്ട് കയറുമ്പോഴത്തേനും ഇപ്പം കിട്ടിയ ഓർഡറാണ്. അപ്പോൾ അതുകൊണ്ടാണ് മെഷീൻ കൊണ്ടുപോയി കൊടുത്തത്. ഓക്കെ ഫിനിഷ്. ആ ചണ്ടി അരിപ്പ് വെച്ചിട്ട് എടുത്തിട്ട് വക്കറ്റ് കേട്ടോ. ഏതായാലും ഈ പീസ് ഇട്ടിട്ടോ. ഭയങ്കര ബുദ്ധിമുട്ട് എന്താ അറിയോ, ഇതാ ഈ കട്ടിങ് പില്ലറിൻ്റെ അതുള്ളതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാത്തിനും. എല്ലാ ഭാഗം അതൊക്കെ ഇതുകൊണ്ട് എടുക്കാതെ വർക്ക് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് എടുത്തിട്ട് വർക്ക് ചെയ്തത്. സുഖമായിട്ട് വർക്കിങ് എല്ലാ ഭാഗം ക്ലിയർ ചെയ്യാൻ പറ്റി. എല്ലാ ഭാഗത്തും കൂടി കയറിയിട്ട് ഇറക്കാനും പറ്റി. അവിടെ അടിച്ച് എല്ലാം കൂടി കഴിഞ്ഞിട്ടാൽ നമുക്ക് എവിടെ കഴിഞ്ഞു അത് അടുത്തതാ ബാക്കി കിടക്കുക പണി വേറെ നോക്കി. അപ്പോൾ ഇതാ 2 ഭാഗം ഗ്രില്ലിട്ടോ സെറ്റായി. ഓക്കെ നമ്മളെ കിണറിൻ്റെ വർക്കുണ്ട് ഫിനിഷായി. ഓക്കെ ചെങ്ങന്മാരെ അപ്പോൾ നമ്മളെ ഏൽപ്പിച്ച കിണറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടോ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ വേറെ വർക്കുകളൊക്കെ വന്നത്. നമുക്ക് നന്നാക്കി സെറ്റ് പെട്രോളിൻ്റെ കുറച്ചെടുത്ത് നമുക്ക് ഓയിലിതോ. ഓക്കെ നമ്മളെ കണ്ട പിന്നെ ഇതൊക്കെ വെട്ടി സൈസാക്കിട്ടോ. അടിഭാഗം ഇവിടെ പൈപ്പ് ഓപ്പൺ ആക്കിയാൽ വെള്ളം തയ്ക്കോളൂ.
ഇറക്കി വിട്. അടി മൊത്തം ഇറക്കി കൂടെ കഴിഞ്ഞാ ഫുള്ളാണ്ട് വർദ്ധിക്കാൻ കേട്ടോ. ചെങ്ങന്മാരെ ഞങ്ങൾ ഏൽപ്പിച്ച എല്ലാ വർക്കും കഴിഞ്ഞിട്ടോ. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം.